ചക്രപാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2024 ജനുവരി മുതൽ നവംബർ വരെ PSC നടത്തിയ കറണ്ട് അഫയർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ വിശകലനവും ചെയ്ത ഒരു സീരീസ് ആക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ ഒരു സീരീസ് തുടരണോ വേണ്ടതെന്ന് നിങ്ങളുടെ പ്രതികരണത്തിന് അനുസരിച്ചായിരിക്കും ഈ സീരീസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. അങ്ങനെ നിങ്ങളത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 14/1/2024 നടന്ന ദേവസ്വം ബോർഡ് OAയുടെ 10 കറണ്ട് അഫയർ ചോദ്യങ്ങളും അതിൻ്റെ വിശകലനവുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആരാണ്? ഇവിടെ കൊടുത്തിരുന്ന ഓപ്ഷൻസ് ആണ്: 1 യശ്വന്ത് സിൻഹ, രണ്ടാമത്തെ ഓപ്ഷൻ PA സാഗ്മ, മൂന്നാമത്തെ ഓപ്ഷൻ BS ഷെഖാവത്ത്, നാലാമത്തെ ഓപ്ഷൻ മീര കുമാർ. ഇതിൽ ശരി ഉത്തരം നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ ശരി ഉത്തരം യശ്വന്ത് സിൻഹയാണ്. അപ്പോൾ യശ്വന്ത് സിൻഹയാണ് 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി. അങ്ങനെയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ദ്രൗപദി മുർമു ഇന്ത്യയുടെ 16ാമത് രാഷ്ട്രപതിയും അതേസമയം രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയുമാണ്. രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് 2 തവണ ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. ഇനി ദ്രൗപദി മുർമുവിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഇനി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? ദ്രൗപദി മുർമു ഒഡീഷ സംസ്ഥാനക്കാരിയാണ്. ഒഡീഷ സംസ്ഥാനയിലെ ഒരു മുൻ MLA കൂടിയായിരുന്നു ദ്രൗപദി മുർമു. അതേപോലെ ഒഡീഷ സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു. പിന്നെ ഒഡീഷ സംസ്ഥാനത്ത് പഞ്ചായത്ത് മെമ്പറുമായിരുന്നു ദ്രൗപദി മുർമു, നിലവിലെ രാഷ്ട്രപതി. അപ്പോൾ യശ്വന്ത് സിൻഹയാണ് പരാജയപ്പെടുത്തിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു യശ്വന്ത് സിൻഹ? യശ്വന്ത് സിൻഹ മുൻ കേന്ദ്ര മന്ത്രി കൂടെയായിരുന്നു യശ്വന്ത് സിൻഹ. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് യശ്വന്ത് സിൻഹ മത്സരിച്ചത്. മുൻപ് ധനകാര്യം, വിദേശകാര്യം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് യശ്വന്ത് സിൻഹ. അപ്പോൾ 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു യശ്വന്ത് സിൻഹ. ദ്രൗപദി മുർമുവിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളോടുണ്ട്. അതിലൊന്നാണ് ജാർഖണ്ഡിലെ ഗവർണർ കൂടെയായിരുന്നു ദ്രൗപദി മുർമു. അപ്പോൾ ഒഡീഷയിലെ മന്ത്രിയായിരുന്നു, അതേസമയം ജാർഖണ്ഡിലെ ഗവർണർ കൂടെയായിരുന്നു ദ്രൗപദി മുർമു. പിന്നെ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി വരിക? ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 52. അതേസമയം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 54. ഇനി രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ 61 പ്രകാരമാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണെന്നും ഓർത്തു വയ്ക്കുക. അതേസമയം ആർട്ടിക്കിൾ 72 എന്താണ്? രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 72. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞു, യശ്വന്ത് സിൻഹ. അതോടൊപ്പം നമ്മൾ ദ്രൗപദി മുർമുവിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ കാണേണ്ട രണ്ടാമത്തെ ഓപ്ഷനാണ് PA സാഗ്മ. ആരാണ് PA സാഗ്മ? നമ്മളൊരു പാർട്ടിയെ കേട്ടിട്ടുണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാപകനാണ് PA സാഗ്മ. അപ്പോൾ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഏറ്റവും കൂടുതൽ പോപ്പുലറായ സ്ഥലം ഏതെന്ന് വെച്ചാൽ നമുക്കറിയാം മേഘാലയാണ്. അതുകൊണ്ട് തന്നെ മേഘാലയയിലെ മുൻ മുഖ്യമന്ത്രി കൂടെയായിരുന്നു PA സാഗ്മ. ഇനി മേഘാലയയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കോൺറാഡ് സാഗ്മയെ ഓർക്കണം. നിലവിലെ മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ. അപ്പോൾ കോൺറാഡ് സാഗ്മയുടെ പിതാവാണ് PA സാഗ്മ എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി PA സാഗ്മ നമ്മൾ പറയേണ്ട കാര്യം, 2012 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് PA സാഗ്മ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു യശ്വന്ത് സിൻഹ 2022 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. PA സാഗ്മ 2012 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2012 തെരഞ്ഞെടുപ്പ് വിജയിച്ചതാരാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്? അത് പ്രണവ് മുഖർജിയാണ്. 2012 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിച്ചത്. പിന്നെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, ഈ PA സാഗ്മ ഇന്ത്യൻ ലോകസഭയുടെ സ്പീക്കർ കൂടെ ആയിട്ടുണ്ട്. ഇന്ത്യൻ ലോകസഭയുടെ സ്പീക്കർ സ്ഥാനം വഹിച്ച വ്യക്തി കൂടെയാണ് PA സാഗ്മ. ഇദ്ദേഹത്തിന് മരണാനന്തരം പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുമുണ്ട്. പത്മവിഭൂഷൺ നേടിയ വ്യക്തി കൂടെയാണ് PA സാഗ്മ. ഇനി അടുത്ത ഓപ്ഷനാണ്
BS ഷെഖാവത്ത്. ഇദ്ദേഹം 2007 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് BS ഷെഖാവത്ത് 2007 തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ 2007 തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ആരാണ്? പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ്. പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. അപ്പോൾ നമുക്കറിയാം പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. അതേസമയം ഇന്ത്യൻ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ് നിലവിലെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമു എന്നും ഓർത്ത് വയ്ക്കുക. 2002-2007 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് BS ഷെഖാവത്ത്. ഇനി നാലാമത്തെ ഓപ്ഷനാണ് മീര കുമാർ. നാലാമത്തെ ഓപ്ഷൻ മീര കുമാർ 2017 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് മീര കുമാർ. 2017 തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ആരാണ്? രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ആണ് ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. രാംനാഥ് കോവിന്ദ് എന്ന പേര് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും അത് രാംനാഥ് കോവിന്ദാണ്. 2017-22 കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി കൂടെയാണ് രാംനാഥ് കോവിന്ദ്. അപ്പോൾ തിരിച്ച് നമ്മൾ മീര കുമാറിലേക്ക് വരുമ്പോൾ, മീര കുമാർ ഇന്ത്യൻ ലോകസഭയുടെ സ്പീക്കറായ ആദ്യ വനിതയാണ്. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീര കുമാർ. അതേസമയം ഇന്ത്യൻ ലോക്സഭയുടെ സ്പീക്കറായ രണ്ടാം വനിതയായിരുന്നു ആര്? സുമിത്ര മഹാജൻ. സുമിത്ര മഹാജൻ. നിലവിലെ ലോക്സഭയുടെ സ്പീക്കറാണ് ഓം ബിർള. ഓം ബിർള രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചതെന്നുകൂടി ഓർത്ത് വയ്ക്കുക. രാജസ്ഥാനിലെ കോട്ട ഓം ബിർള. അപ്പോൾ 18ാം ലോകസഭയുടെയും 17ാം ലോക്സഭയുടെയും സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഓം ബിർളയാണ്. അതേസമയം 16ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്നു സുമിത്ര മഹാജൻ. ഇനി പുറകോട്ട് പോകുമ്പോൾ 15ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്നു മീര കുമാർ. അപ്പോൾ 15ാം ലോക്സഭയുടെ സ്പീക്കർ മീര കുമാർ, 16ാം ലോക്സഭയുടെ സ്പീക്കർ സുമിത്ര മഹാജൻ, 17ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, 18ാം ലോക്സഭയുടെയും സ്പീക്കർ ഓം ബിർള തന്നെയാണെന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: P. സതീദേവി, ലളിത കുമാരമംഗലം, C ഓപ്ഷൻ ഗിരിജ വ്യാസ്, D ഓപ്ഷൻ രേഖ ശർമ്മ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നേരെ ദേശീയ വനിതാ കമ്മീഷൻ കണ്ടു. അന്ന് ഇത് 2024 നടക്കുമ്പോൾ അധ്യക്ഷ ആരായിരുന്നു? രേഖ ശർമ്മ. നമ്മൾ സ്വാഭാവിക കാര്യം രേഖ ശർമ്മ നേരെ ക്വസ്റ്റ്യൻ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ടിങ്ങ് പോരും. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആകാതിരുന്ന വ്യക്തി ആരാണ്? ആകാതിരുന്ന വ്യക്തി. അപ്പോൾ അതിന്റെ ശരി ഉത്തരം P. സതീദേവിയാണ്. കാരണം P. സതീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണെന്ന് നമുക്ക് അറിയാം. ബാക്കി 3 പേരും ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളൊന്ന് ദേശീയ വനിതാ കമ്മീഷനിലേക്ക് പോവുകയാണ്. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്? 1992 ജനുവരി 31 ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ജയന്തി പട്നായിക്. അതേസമയം നിലവിലെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയ കിഷോർ റെഹത്കർ ആണ്. വിജയ കിഷോർ റെഹത്കർ ആണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ വഹിക്കുന്ന ആള്. അപ്പോൾ ഇനി ലളിത കുമാരമംഗലം 2014 മുതൽ ഈ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ലളിത കുമാരമംഗലം. അതേസമയം ഗിരിജ വ്യാസ് 2 തവണ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായ ആദ്യ വ്യക്തിയാണ് ഗിരിജ വ്യാസ്. 2005 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന വ്യക്തിയാണ് ഗിരിജ വ്യാസ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് രേഖ ശർമ്മ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട എന്താണ്? ഗിരിജ വ്യാസാണ് ആദ്യമായിട്ട് 2 തവണ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത്. ഇനി രേഖ ശർമ്മ നോക്കിയാലും 2 തവണ അധ്യക്ഷയായി. പക്ഷെ അത് രണ്ടാമത് അധ്യക്ഷയാവുന്ന ആളാണ് രേഖ ശർമ്മ. 2 തവണ അധ്യക്ഷയാവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് രേഖ ശർമ്മ. അപ്പോൾ നമുക്കറിയാം 2018 മുതൽ 2024 വരെ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് രേഖ ശർമ്മ. 2024 9ാമത്തെ കമ്മീഷണറായിട്ട് വിജയ കിഷോർ റെഹത്കർ അധികാരമേറ്റത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ വിജയ കിഷോർ റെഹത്കർ ആണ്. ഇനി നമ്മൾ ഓർക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൻ്റെ കാരണം
ഭരണഘടന പ്രകാരം രൂപീകരിച്ചതല്ല, പാർലമെന്റിലൊരു നിയമപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം അതാണ് ഇവരുടെ കാലാവധി. ഉദാഹരണത്തിന് ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഒരു മെമ്പർ 64-ാമത്തെ വയസ്സിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 65-ാമത്തെ വയസ്സ് വരെ മാത്രമേ തുടരാൻ പറ്റൂ, 1 വർഷക്കാലത്തിലെ തുടരാൻ സാധിക്കുള്ളൂ എന്ന് ഓർക്കുക. അതേസമയം ഇനി 61-ാമത്തെ വയസ്സിലാണ് കയറുന്നതെങ്കിൽ പോലും 64-ാമത്തെ വയസ്സിൽ മാറേണ്ടി വരും, പിന്നീട് നീട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവർക്ക് റീ അപ്പോയിൻമെന്റിന് എലിജിബിൾ ആണോ, അതായത് പുനർനിയമനത്തിന് അർഹരാണോ? ആണ്, ശരിയാണ്. അതുകൊണ്ടല്ലേ ഗിരിജ വ്യാസും രേഖാ ശർമ്മയും 2 തവണ അധ്യക്ഷയായത്. അങ്ങനെ തുടരാം, പക്ഷേ പ്രായബന്ധം 65 വയസ്സെന്നുള്ളത് നമ്മൾ പാലിക്കേണ്ടി വരുമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നിലവിലെ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ആകെ അംഗങ്ങൾ എത്രയാണ്? ആകെ അംഗങ്ങൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ 6 അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ പി സതീദേവിയാണ്. പി സതീദേവി കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷയാണ് പി സതീദേവി. അങ്ങനെയാണെങ്കിൽ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1996 മാർച്ച് 14-നാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൽ മാർച്ച് 14-ന്റെ പ്രത്യേകത എന്താണ്? മാർച്ച് 14-ആണ് അന്താരാഷ്ട്ര മാത്തമാറ്റിക്സ് ദിനം. അന്താരാഷ്ട്ര മാത്തമാറ്റിക്സ് ദിനം അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൈ ഡേ എന്ന് പറയുന്നതും മാർച്ച് 14-ആണ്. പൈ ഡേ എന്ന് പറയുന്ന ദിവസവും മാർച്ച് 14-ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? അത് സുഗതകുമാരി ടീച്ചറായിരുന്നെന്നും ഓർത്ത് വയ്ക്കുക. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി ടീച്ചർ. നിലവിലെ അധ്യക്ഷയാണ് പി സതീദേവി. ഇനി ഇവിടെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് കാലാവധി എന്നും ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, 3-ാമത്തെ ചോദ്യമാണ്. പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: എഡ്വിൻ ലൂട്ടിയൻസ്, ബിമൽ ഹസ്മുഖ് പട്ടേൽ, ഹെർബർട്ട് ബേക്കർ, മൈക്കൽ ഗ്രേവ്സ്. ഇതിനകത്ത് ശരി ഉത്തരം ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. അപ്പോൾ ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. അപ്പോൾ പുതിയ പാർലമെന്റ് മണ്ഡലം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ഇനി അതിനകത്തുള്ള മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എഡ്വിൻ ലൂട്ടിയൻസും ഹെർബർട്ട് ബേക്കറും. ഇത് നമുക്കറിയാം, നമ്മുടെ പഴയ പാർലമെന്റ് 1927 ബ്രിട്ടീഷുകാർ പണിത പാർലമെന്റ്, അതിൻ്റെ ശില്പികളാണ് ഹെർബർട്ട് ബേക്കറും എഡ്വിൻ ലൂട്ടിയൻസും. അപ്പോൾ അത് രൂപകൽപ്പന ചെയ്താരെന്ന് ചോദിച്ചാലാണ് എഡ്വിൻ ലൂട്ടിയൻസും ഹെർബർട്ട് ബേക്കറും. ഇനി 4-മതൊരു ഓപ്ഷൻ ഉണ്ട്, മൈക്കൽ ഗ്രേവ്സ്. നമുക്കറിയാം സർദാർ പട്ടേലിന്റെ പ്രതിമ സർദാർ സരോവർ അണക്കെട്ടിന്റെ തീരത്താണ് പട്ടേൽ പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയാണെന്ന് നമുക്കറിയാം. ഉയരം കൂടിയ പ്രതിമയാണ് പട്ടേൽ പ്രതിമ. അപ്പോൾ അത് ഡിസൈൻ ചെയ്ത കമ്പനിയാണ് മൈക്കൽ ഗ്രേവ്സിന്റെ കമ്പനിയാണ്. ഡിസൈൻ ചെയ്തത് മൈക്കൽ ഗ്രേവ്സിന്റെ കമ്പനിയാണ്. പക്ഷേ അതിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് റാം വി സുധർ ആണ്. ആർ വി സുധർ എന്നറിയുന്ന റാം വി സുധർ ആണ് പട്ടേൽ പ്രതിമ പട്ടേൽ പ്രതിമയുടെ ശില്പി ചോദിച്ചാൽ റാം വി സുധറും. അതേസമയം അതിന്റെ ഡിസൈൻ നിർമ്മിച്ച കമ്പനി മൈക്കൽ ഗ്രേവ്സിന്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇനി നമ്മൾ വരേണ്ടത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കാണ്. പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരാണ് സൻസദ് ഭവൻ എന്നറിയപ്പെടുന്നതാണ് പുതിയ പാർലമെന്റ് മന്ദിരം. അതേസമയം പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പേരാണ് സംവിധാൻ സദൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭരണഘടനാ മന്ദിരം എന്നാണ്. ഭരണഘടനാ മന്ദിരം എന്നാണ് സംവിധാൻ സദൻ അറിയപ്പെടുക. അത് പഴയ പാർലമെന്റിന്റെ പേരാണ്. ഇനി പുതിയ പാർലമെന്റിന്റെ പേരാണ് സൻസദ് ഭവൻ. അപ്പൊ ഇനി സൻസദ് ഭവൻ എന്നാണ് നിർമ്മാണം തുടങ്ങിയത്. ആ നിർമ്മാണത്തിനെ പറയുന്ന പേരാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതാണ്. പുതിയ പാർലമെന്റ് കെട്ടിടം പണി കഴിപ്പിച്ചത് പ്രോജക്റ്റിന്റെ പേരാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അപ്പോൾ ഇനി മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ തറക്കല്ലിട്ട ദിവസം എന്നാണ് 2020 ഡിസംബർ 10-ആണ്. 2020 ഡിസംബർ 10-നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത്. ഇനി ഒരു തീയതിയുണ്ട്, അത് ഇനോഗ്രേഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2023 മെയ് 28. അപ്പോൾ ഇനി ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ ഉദ്ഘാടനമായി തറക്കല്ലിട്ടതായി. ഇനി എന്നാണ് പുതിയ പാർലമെൻറ്റിൽ ആദ്യത്തെ സമ്മേളനം നടന്നത്? പുതിയ പാർലമെൻറ്റിലെ ആദ്യത്തെ സമ്മേളനം 2023 സെപ്റ്റംബർ 19 നടന്നത്. 2023 സെപ്റ്റംബർ 19. അങ്ങനെയാണെങ്കിൽ പുതിയ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല് ഏതാണ്? അത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് നമുക്കറിയാം 106 ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയുള്ളതാണ്? നിയമസഭകളിലും സംസ്ഥാന നിയമസഭകളിലും ലോകസഭയിലും ഡൽഹിയിലെ നിയമസഭയിലും 33% വനിതാ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ലായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് 106 ഭരണഘടനാ ഭേദഗതി. അത് അവതരിപ്പിച്ച തീയതിയും 2023 സെപ്റ്റംബർ 19 തന്നെയാണ്. അന്ന് തന്നെയാണ് ആദ്യമായിട്ട് പുതിയ പാർലമെന്റിൽ സമ്മേളനം ചേർന്നതെന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത 4ാമത്തെ ചോദ്യം, 2023 ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവ് ആരാണ്? അതിൻ്റെ ആൻസർ ചാൾസ് മൂന്നാമനാണ്. ചാൾസ് മൂന്നാമനാണ് 2023 ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവെന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിൽ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം. പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം ബ്രിട്ടനിലാണെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് പകരം വരുന്നത് ബ്രിട്ടീഷ് രാജാവാണ്. രാജാവ്, പിന്നെ ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ഇതാണ് അവിടുത്തെ സിസ്റ്റം. അതിൽ ആ ഹൗസ് ഓഫ് കോമൺസ് ആണ് ഇന്ത്യയിലെ ലോക്സഭയോട് അനലോഗായിട്ട് വരിക. അപ്പോൾ ഇന്ത്യയിലെ ലോക്സഭയ്ക്ക് തുല്യമാണ് ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസ്. അതേസമയം ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാജ്യസഭയ്ക്ക് തുല്യമാണെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവ് ചാൾസ് മൂന്നാമനാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രിയും അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ പേരാണ് കെയർ സ്റ്റാർമർ. അവിടെ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് തന്നെയാണ്. പുതിയ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് എത്തിയ മലയാളി ആരാണ്? ഒരു മലയാളി ബ്രിട്ടനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതാരാണ്? അതും PSC മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അതിൻ്റെ ശരി ഉത്തരം സോജൻ ജോസഫാണ്. സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത കുറച്ച് കാര്യങ്ങളാണ് റിട്ട് സമർപ്പിക്കുക എന്നുള്ള ആശയം. പാർലമെന്ററി സിസ്റ്റം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷിൽ നിന്നാണ്. അതുപോലെ ക്യാബിനറ്റ് സമ്പ്രദായം എല്ലാം കടമെടുത്തത് ബ്രിട്ടനിലാണെന്നുകൂടി ഓർത്ത് വയ്ക്കുക. 5ാമത്തെ ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം എന്താണ്? അതിൻ്റെ ശരി ഉത്തരം സ്വരാജ് ട്രോഫിയാണ്. സ്വരാജ് ട്രോഫി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് 2022-23 നൽകിയ കാലയളവിൽ നൽകിയ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ് പഠിക്കേണ്ടത്. ഒരു പക്ഷേ ഇനിയുള്ള എക്സാമിന് ചോദിക്കുന്നത് അതായിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 2022-23 വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് നൽകിയ വർഷം 2024 അപ്പോൾ 2024 നൽകിയത് 2022-23 വർഷത്തേക്കുള്ള പുരസ്കാരമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2ാം സ്ഥാനം കൊല്ലത്തിനാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾക്ക് 1ാം സ്ഥാനമാണ് നൽകിയത്. 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 1ാം സ്ഥാനമാണ് നൽകിയത്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. നീലേശ്വരം, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മലപ്പുറം. പിന്നെ കോട്ടയം ജില്ലയിലെ വൈക്കം. അപ്പോൾ 3 ബ്ലോക്കുകളാണ് നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം ഇവയാണ്. ഇവർക്ക് 3 പേർക്കും 1ാം സ്ഥാനം തന്നെയാണ് നൽകിയെന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇനിയുള്ളത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് 1ാം സ്ഥാനം കിട്ടിയത് വല്യപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ വല്യപറമ്പിനാണ് 1ാം സ്ഥാനം കിട്ടിയത്. അതേസമയം 2ാം സ്ഥാനം കിട്ടിയത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ. 3ാം സ്ഥാനം കിട്ടിയത് കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത്. 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ല. ഇനി നോക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം കിട്ടിയത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 1ാം സ്ഥാനം ഗുരുവായൂർ തൃശ്ശൂരിലാണ് നമുക്കറിയാം. 2ാം സ്ഥാനം കിട്ടിയതും തൃശ്ശൂരിലെ തന്നെ വടക്കാഞ്ചേരിയാണ്. അപ്പോൾ 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആന്തൂരാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്.
അവാർഡ് കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് സ്വരാജ് ട്രോഫി കിട്ടിയതെന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് കേരളത്തിലാകെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലാകെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ PSC ചോദ്യമാണെന്നുകൂടി ഓർത്തു വയ്ക്കുക. 7ാമത്തെ ചോദ്യം, ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 4 ഓപ്ഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലിവാകോവിക്, ജോർദാൻ പിക്ഫോർഡ്, കിലിയൻ എംബാപ്പെ, എമിലിയാനോ മാർട്ടിനസ്. അപ്പോൾ നമുക്കറിയാം ശരി ഉത്തരം കിലിയൻ എംബാപ്പെ തന്നെയാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. ഗോൾഡൻ ബൂട്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2022 ഖത്തർ ലോകകപ്പ് നടന്നത്. 2022 ഖത്തർ ലോകകപ്പ് നടന്നത്. ഫുട്ബോൾ ലോകകപ്പാണ്. അതിൽ ഗോൾഡൻ ബൂട്ട് കിട്ടിയതാണ് കിലിയൻ എംബാപ്പെ. അങ്ങനെയാണെങ്കിൽ ആ ലോകകപ്പ് വിജയിച്ചത് ആരാണ്? ലോകകപ്പ് വിജയിച്ചത് അർജന്റീനയാണ്. ഇനി അർജന്റീന ഏത് ഭൂഖണ്ഡത്തിലാണ് വരിക? അർജന്റീന സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണെന്നും ഓർത്തു വയ്ക്കുക. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് അർജന്റീന വരുന്നത്. ആരെ പരാജയപ്പെടുത്തിയാണ്? അതായത് റണ്ണേഴ്സ് അപ്പ്. ആരെയാണോ ഫൈനൽ പരാജയപ്പെടുത്തുന്നത് ആ ടീമിനെയാണ് റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുക. അപ്പോൾ 2022 റണ്ണേഴ്സ് അപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിന്റെ ഒരു താരമാണ് കിലിയൻ എംബാപ്പെ. അദ്ദേഹത്തിനാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിട്ടിയത്. അതേസമയം ഗോൾഡൻ ബോൾ പുരസ്കാരം, ഗോൾഡൻ ബോൾ എന്ന് പറയുന്നത് മികച്ച താരത്തിന് കൊടുക്കുന്നതാണ്. മികച്ച താരം അല്ലെങ്കിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയത് ലയണൽ മെസ്സിയാണ്. മെസ്സി നമുക്കറിയാം അർജന്റീനയുടെ താരമാണ്. ഇനി ഞാൻ പറഞ്ഞു ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയ്ക്ക്. എന്താണ് ഗോൾഡൻ ബൂട്ട്? ഗോൾഡൻ ബൂട്ട് എന്ന് പറഞ്ഞാൽ ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയ താരത്തിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ബൂട്ട്. അവിടെ ഗോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പോസ്റ്റിനകത്തോട്ട് ഗോള് കയറ്റുമല്ലോ. ഒരു ഗോൾ കീപ്പർ നിൽക്കുക, അയാളെ മറികടന്ന് ആ ഗോളിനകത്തോട്ട് ഗോൾ പോസ്റ്റിനകത്തേക്ക് ഗോൾ കയറ്റുന്നതിനെയാണ് ഓരോ ഗോളായിട്ട് കൂട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ സ്കോർ ചെയ്ത വ്യക്തിക്ക് കൊടുക്കുന്നതാണ് ഗോൾഡൻ ബൂട്ട്. അത് നേടിയത് കിലിയൻ എംബാപ്പയാണ്, ഫ്രാൻസിന്റെ താരം. അപ്പോൾ ഗോൾഡൻ ബോളായി, ഗോൾഡൻ ബൂട്ടായി. ഇനി കിടക്കുന്ന ഒരു ഓപ്ഷനാണ് എമിലിയാനോ മാർട്ടിനസിന് കിട്ടിയത് ഏത് പുരസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോൾഡൻ ഗ്ലൗ ആണ്. ഗോൾഡൻ ഗ്ലൗ, അതായത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ. നമുക്കറിയാം ഗ്ലൗ കയ്യിലല്ലേ ഇടുന്നത്. ആ ഗോൾഡൻ ഗ്ലൗ നൽകിയത് എമിലിയാനോ മാർട്ടിനസിനാണ്. ഇനിയുള്ള 2 ഓപ്ഷൻസ് ആണ് ഡൊമിനിക് ലിവാകോവിക്. ആദ്യത്തെ ഓപ്ഷൻ ഡൊമിനിക് ലിവാകോവിക് ആണ്. ഇദ്ദേഹവും ഒരു ഗോൾ കീപ്പറാണ്. ഇദ്ദേഹം ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറാണ്. ക്രൊയേഷ്യ എന്ന രാജ്യത്തിന്റെ ഗോൾ കീപ്പറാണ് ഡൊമിനിക് ലിവാകോവിക്. ഇനിയുള്ള മറ്റൊരു ഓപ്ഷനാണ് ജോർദാൻ പിക്ഫോർഡ് ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറാണ്. ഇത് രണ്ടുപേരും അത്ര ഈ ഒരു മെഡൽ കിട്ടിയ ആൾക്കാരൊന്നുമല്ല, ജസ്റ്റ് ഓപ്ഷൻ തന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ 1930 ആദ്യമായിട്ട് ഫിഫ ലോകകപ്പ് നടന്നത്. അപ്പോൾ എന്താണ് ഫിഫ എന്ന് പറയുന്നത്? ഫിഫ എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഫിഫയാണ് ഫുട്ബോൾ നടത്തുക എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഖത്തർ ലോകകപ്പ് ആയാലും അതിൻ്റെ നടത്തിപ്പ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഫിഫയ്ക്കാണ്. FIFA. അപ്പോൾ ഫിഫ വന്നു 1930 ആദ്യത്തെ ലോകകപ്പ് നടന്നത്. ഇനി ആദ്യത്തെ ലോകകപ്പ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉറുഗ്വേയിലാണ്. അതേസമയം ആ ലോകകപ്പ് വിജയിച്ചതും ഉറുഗ്വേയാണ്. ആരെ പരാജയപ്പെടുത്തിയാണ് ആ ലോകകപ്പ് വിജയിച്ചതെന്ന് ചോദിച്ചാൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് ഉറുഗ്വേ 1930 ആദ്യത്തെ ലോകകപ്പ് വിജയിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ നോക്കുകയാണ് 2 പേരാണ്. ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് ലയോണൽ സ്കലോണി. ആരാണ് ലയണൽ സ്കലോണി? അർജന്റീനയുടെ കോച്ചാണെന്ന് ഓർത്തു വയ്ക്കുക. അതായത് പരിശീലകൻ. അർജന്റീനയുടെ പരിശീലകനാണ് ലയണൽ സ്കലോണി. അതേസമയം ദിദിയർ ദശാംസ്. ആരാണ് ദിദിയർ ദശാംസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിന്റെ കോച്ചായിരുന്നു കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ ആരാണ്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: മനീഷ കല്യാൺ, ആശലത ദേവി, ദലിമ ചിബ്ബർ, അദിതി ചൗഹാൻ. ഇതിനകത്ത് ശരി ഉത്തരം മനീഷ കല്യാൺ. UEFA. ഇതിനെയാണ് യുവേഫ എന്ന് പറയുക. UEFA. അതിൽ യുവേഫ എന്താണെന്ന് ചോദിച്ചാൽ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ യുവേഫ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് യുവേഫ. യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് യുവേഫ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്തുള്ള മറ്റ് 3 പേരാണ്. ആദ്യം അദിതി ചൗഹാൻ. ഇദ്ദേഹം ഒരു ഗോൾ കീപ്പറാണെന്ന് ഓർത്ത് വയ്ക്കുക. മറ്റ് 2 പേര് ആശാലത ദേവിയും ദലീമ ചിബർ, ഇത് രണ്ടും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങളാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് നമ്മൾ നോക്കേണ്ടത് 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് ആർക്കാണ്? തന്നിരുന്ന ഓപ്ഷൻസ് എ രേവതി, പത്മലക്ഷ്മി, നേഘ എസ്, സത്യശ്രീ ശർമ്മള എന്നതാണ്. ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് നേഘ എസ് ആണ്. നേഹ ഷാഹിൻ ആണ് ശരിയായ ഉത്തരം, നേഹ ഷാഹിൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും എക്സാം നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ 52 കഴിഞ്ഞ് ഇപ്പോൾ 54ാമത്തത് വരെ എത്തി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വേഗം നോക്കി പോവാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. 52ാമത്തെ ഫിലിം അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏതാണെന്ന് ചോദിച്ചാൽ അത് ആവാസവ്യൂഹമായിരുന്നു. ആവാസവ്യൂഹം എന്ന ചിത്രം. ഇനി ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് 2 പേരെയാണ്, ബിജു മേനോനും ജോജു ജോർജും. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് രേവതിയാണ്, രേവതി. ഈ കാര്യങ്ങൾ 52ാമത്തെ ഫിലിം അവാർഡിൽ നിന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കാരണം ഒരുപാട് കഴിഞ്ഞു പോയ കാര്യമാണത്. ഇനി 53ാമത്തെ ഫിലിം അവാർഡ് ഇപ്പോഴും കൂടെ PSC ചോദിച്ചൊരു ചോദ്യമാണ്. 53ാമത്തെ ഫിലിം അവാർഡ്. 53ാമത്തെ ഫിലിം അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ഗൗതം ഘോഷാണ്. ഗൗതം ഘോഷായിരുന്നു 53ാമത്തെ ഫിലിം അവാർഡിന്റെ ജൂറി ചെയർമാൻ. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്ത ഏതാണെന്ന് ചോദിച്ചാൽ നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്. അതിന്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഇനി മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹേഷ് നാരായണൻ. സിനിമ ചോദിച്ചാൽ അറിയിപ്പ്. മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ വിൻസി അലോഷ്യസ് ആയിരുന്നു. വിൻസി അലോഷ്യസ്. ആ ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ രേഖ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി അതിലും പ്രധാനമാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം എന്നൊരു സൂചന നമുക്ക് കാണാൻ പറ്റും. വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 53ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രത്യേക അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യമെങ്കിൽ അത് ശ്രുതി ശരണ്യമാണ്. ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ B32 മുതൽ 44 വരെ. അപ്പോൾ ശ്രുതി ശരണ്യത്തിനാണ് 53ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ വനിതാ കാറ്റഗറിയിൽ ലഭിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിന്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴത്തെ കറണ്ട് അഫയർ ഫാക്റ്റ് ആണ്. 54ാമത്തെ ചലച്ചിത്ര പുരസ്കാരം 2024 പ്രഖ്യാപിച്ചതാണ്. 54ാമത്തെ ചലച്ചിത്ര പുരസ്കാരം അത് 2023 പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്ക് നൽകുന്നതാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത്തെ ചലച്ചിത്ര പുരസ്കാരം. ഇതിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അത് സുധീർ മിശ്ര ആയിരുന്നു. ജൂറി ചെയർമാൻ സുധീർ മിശ്ര. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ എന്ന ചിത്രമാണ്. മികച്ച ചിത്രം കാതൽ ദ കോർ, ജിയോ ബേബി. ഇനി മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്ലസ്സിയാണ്. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. ചിത്രം ചോദിച്ചാൽ ആടുജീവിതം. ഇനി മികച്ച നടൻ പൃഥ്വിരാജ് ആയിരുന്നു. ആടുജീവിതം എന്ന സിനിമ തന്നെ. മികച്ച നടി 2 പേരാണ് തിരഞ്ഞെടുത്തത്, ഉർവശിയും ബീന ആർ ചന്ദ്രനും. അതിൽ ഉർവശി ഉള്ളൊഴുക്ക് എന്ന ചിത്രം. ചിത്രം ചോദിച്ചാൽ ഉള്ളൊഴുക്ക്. അതേസമയം ബീന ആർ ചന്ദ്രൻ ചിത്രം ചോദിച്ചാൽ തടവ് എന്ന ചിത്രത്തിന് ബീന ആർ ചന്ദ്രനും, ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് ഉർവശിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മികച്ച അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ശാലിനി ഉഷാദേവിക്കാണ്. 2024 54ാമത്തെ ചലച്ചിത്ര പുരസ്കാരത്തിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രത്യേക അവാർഡ് ലഭിച്ചത് ശാലിനി ഉഷാദേവി ആണ്. എന്നെന്നും എന്ന ചിത്രത്തിനാണെന്നുകൂടി ഓർത്ത് വയ്ക്കുക. 10ാമത്തെ ചോദ്യം, പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയ നമ്പർ ഏതാണ്? ശരി ഉത്തരം 15 എന്നതാണ് പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയ നമ്പർ. ഇതിനകത്തുണ്ടായിരുന്ന മറ്റു ചില ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. 1551. ഇത് കിസാൻ കോൾ സെന്ററിന്റെ നമ്പറാണ്. കിസാൻ കോൾ സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറാണ്. അതിപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1800 180
1551 ആക്കി മാറ്റിയിട്ടുണ്ട്. അവസാനത്തെ 4 അക്കമാണ് നമ്മൾ പറഞ്ഞത് 1551. ഇപ്പോൾ പുതിയതായിട്ട് അവർ ചേർത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1800, 180, 1551 കിസാൻ കോൾ സെന്ററിന്റെ നമ്പറാണ്. ഇനി മറ്റ് നമുക്ക് കുറച്ച് ടോൾ ഫ്രീ നമ്പറുകൾ നോക്കാം. 1056 1056 അത് ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. അങ്ങനെ 1076 എന്താണ്? മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിന്റെ നമ്പറാണ് 1076. 1076 മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിന് വേണ്ടി നമുക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ്, ഒരു നമ്പറാണ് 1076. 1098 1098 അത് ചൈൽഡ് ലൈൻ നമ്പറാണ്. ചൈൽഡ് ലൈൻ നമ്പറാണ് 1098. അതേസമയം 1933 ഇത് മയക്കുമരുന്ന് വിരുദ്ധത, അതായത് മയക്കുമരുന്ന് കൈവശമുള്ളതൊക്കെ നമുക്ക് അറിയിക്കാനുള്ള ഒരു പോർട്ടൽ നമ്പറാണ് 1933. അതേസമയം ഇനി സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1930. അപ്പോൾ 1930 സൈബർ ക്രൈമും 1933 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇതുവരെ നമ്മൾ കണ്ടത് 14/1/2024 നടന്ന ദേവസ്വം ബോർഡ് പരീക്ഷയുടെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ 2024 നവംബർ വരെ നടന്ന കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ചെയ്യാൻ ഞങ്ങളൊരു ശ്രമം നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വിശകലനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.